ചില പടങ്ങൾ പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ആഗ്രഹം ഉണ്ടല്ലോ, ഇത് ആൾക്കാർ കാണണം. അങ്ങനത്തെ ഒരു പടമായിരുന്നു തുറമുഖം. അങ്ങനത്തെ ഒരു പടമാണ് ഇപ്പൊ തലവര. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ക്യാരക്ടറിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആൾക്കാരും ബഹളവും പരിപാടിയൊക്കെ ഇപ്പൊ ഉറങ്ങുകയാണെങ്കിലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ പറഞ്ഞ ഒരു ഇനോഗ്രേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ പാട്ട് പാടണ്ട, ഡാൻസ് കളിക്കണ്ട, തിരിഞ്ഞു നോക്കിട്ട് തലാട്ട് കൊടുത്താൽ ഹാപ്പിയാണ്. പിന്നെ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡാർക്ക് അടിച്ചു കഴിയുമ്പോ ഒരു പോയിന്റ് വരെ ആരും ഉണ്ടായില്ല എന്ത് പറ്റി എന്ന് ചോദിക്കാൻ. ഇപ്പൊ ഞാൻ ലൊക്കേഷനിൽ ഡാർക്ക് അടിച്ചിരുന്ന യൂണിറ്റിലെ ചേട്ടന്മാരെ വരെ ഒന്ന് ചോദിക്കും എന്ത് പറ്റിയത്. കാരണം അങ്ങനത്തെ ഒരു ബന്ധമല്ല. രണ്ടാമത്തെ പടം ചെയ്തപ്പോ യൂണിറ്റിലെ ചേട്ടനാണ് എന്റെ അടുത്ത് വന്നത്, നീ രക്ഷപ്പെടും. കാരണം അവര് വർഷങ്ങളായിട്ട് ആൾക്കാരെ കാണുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പിന്നെ എനിക്ക് അച്ഛന്റെ പേരിൽ സിനിമയിലേക്ക് വരണ്ട എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. പക്ഷെ അത് വാശി വെച്ചൊരു കാര്യമൊന്നുമില്ല. എല്ലാ പോയിന്റിലും അച്ഛന്റെ പേര് ഉണ്ട്. ഇപ്പൊ വിളിച്ചത് അച്ഛൻ തന്നെയാണ്, അടുത്ത പടത്തിലും വിളിക്കുന്നത്. ഇപ്പോഴും ആൾക്കാർ റിവ്യൂല് പറയണ അരിസ്റ്റേഷന്റെ മുന്നാണ്. അപ്പൊ എനിക്കത് ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഞങ്ങൾക്ക് മറ്റേ കുറച്ചാളത്തേക്ക് മമ്മൂക്കിന്റെ സ്വന്തമായിട്ട് കിട്ടിയ അവസ്ഥയായിരുന്നു. ഹലോ, തലവര മൂവി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു അർജുൻ അശോകൻ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. യെസ്, അപ്പൊ ആദ്യം തന്നെ ഈ കോലത്തിനെ പറ്റി ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ മുടിയും താടിയും ഒന്നും വെട്ടാതെ ക്ഷീണിതനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? ചത്തപ്പച്ചയുടെ തലവരാണ്. ആണല്ലേ? അപ്പൊ എല്ലാരും ഇപ്പൊ ചോദിക്കുന്നുണ്ടോ, പക്ഷെ സാധാരണ ഈ മുടിയും താടിയൊക്കെ വളർത്തുമ്പോഴേക്കും ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ക്ഷീണം തോന്നിക്കും. അപ്പൊ ശരിക്കും നല്ല ക്ഷീണമാണ്. ആണല്ലേ? ഷൂട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിന്റെ അല്ല, മൊത്തം ബോഡി വെയിറ്റ് കട്ട് ഡൗൺ ചെയ്ത് ഇപ്പൊ 62-63 ഉള്ളു. ഇപ്പൊ സൈസ് ഒക്കെ 28 ആയി. ദൈവമേ, അപ്പൊ ഡ്രസ്സുകളൊന്നും പാകമാകുന്നില്ല. ചന്ദ്രലേഖല ശ്രീനിവാസന്റെ സാറിന്റെ അവസ്ഥയാണ്. യെസ്, അപ്പൊ എന്താണെങ്കിലും ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് തലവര പറയൂ, എന്താണ് തലവര? തലവര ഒരു സാധാരണക്കാരന്റെ ജീവിതം കാണിക്കുന്ന ഒരു പടം. സാധാരണക്കാരനായ ഒരു വ്യക്തി സിനിമയിലേക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. യൂഷ്വലി ഒരു സാധാരണക്കാരന് സിനിമയിൽ കയറാന്നുള്ളത് കുറെ കടമ്പകൾ കടക്കേണ്ട രീതിയാണല്ലോ. കാരണം ഓഡിഷൻ പോകണം, ബന്ധമില്ലെങ്കിൽ ഒരു ബന്ധപ്പെടാൻ നോക്കണം. അപ്പൊ ഈ വിറ്റ്ലിഗുള്ള ഒരാള് എങ്ങനെ ഇത് കവറപ്പ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒബ്സ്റ്റിക്കിൾ കവർ ചെയ്ത് അല്ലെങ്കിൽ സിനിമയിലെത്തോ, അല്ലെങ്കിൽ എന്തൊക്കെ ഇത് എവിടെയൊക്കെ ഇവൻ ഫെയിലിയർ ആവും, അങ്ങനത്തെ ഒരു പരിപാടി പറയുന്ന ഒരു സബ്ജക്റ്റാണ് തലവര. ഇവൻ താമസിക്കുന്ന ഗല്ലിയുടെ പേര് ജെമിനി എന്നാണ്. പണ്ട് വിക്രത്തിന്റെ ജെമിനി അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഇവന്റെ അച്ഛനും ഇവനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ണടക്കേണ്ടൊക്കെ നോക്കണം, അവനത്ര അറിയുള്ളൂ അവനായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ അല്ലെങ്കിൽ സിനിമ ഭ്രാന്താണ്, ഇതും കൂടി ഇപ്പം മുഴുത്ത ഭ്രാന്തായി. അപ്പൊ അങ്ങനെയാണ് ഒരു പോയിന്റില് ജെമിനി റീ റിലീസ് ആ നാട്ടില് വന്നതും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സബ്ജക്ട്. അപ്പൊ ചേട്ടന്റെ ഇപ്പം അർജുൻ അശോകൻ എന്ന് പറയുന്ന ഒരു പേര് ഇപ്പൊ ഒരു സിനിമയിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അപ്പൊ ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഭയങ്കര പ്രതീക്ഷകളാണ് ചേട്ടൻ ഒരു സിനിമയിൽ വരുമ്പം. ആ ഒരു ഭാരം എങ്ങനെ, അല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഓരോ സിനിമ എടുക്കുമ്പോ ഇപ്പം എന്നുള്ള സാധനം ഉണ്ടോ? ഓഡിയൻസ് എനിക്ക് ആ കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുന്ന ഒരു കഥ കേൾക്കുന്നു. പിന്നെ ചില പടങ്ങളും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചില കമന്റ്സ് വരാറുണ്ട്, ബോംബോടായിട്ട് എടുത്തവരുണ്ട്. പിന്നെ ഒരു പടത്തിന്റെ വിധി തലവര നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അത് ഓഡിയൻസ് ഇഷ്ടപ്പെടാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഒരു സിനിമ ചെയ്യുന്നത്. ചില പടങ്ങൾ പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ആഗ്രഹം ഉണ്ടല്ലോ, ഇത് ആൾക്കാർ കാണണം. അങ്ങനത്തെ ഒരു പടമായിരുന്നു തുറമുഖം. അങ്ങനത്തെ ഒരു പടമാണ് ഇപ്പൊ തലവര. ഇപ്പൊ ആ ഒരു ടീച്ചറിന്റെ താഴെയുള്ള ഫുൾ കമന്റ്സ് ഉണ്ടല്ലോ, വിറ്റ്ലിഗോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടോപ്പിക് വേറെ സിനിമകളിൽ സംസാരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ടു ദ ടീം എന്നാണ് മെജോറിറ്റി കമന്റ്സിലും പറയണേ. അപ്പൊ ചേട്ടൻ ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ച സമയത്തൊക്കെ അത് എപ്പോഴെങ്കിലും സ്ട്രൈക്ക് ചെയ്തിരുന്നോ, അതോ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിക്കുക, വിറ്റ്ലിഗോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ഇതെങ്ങനെ. പക്ഷെ ഷൂട്ട് തുടങ്ങി ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ മറ്റേ വയ്യാതായി. കാരണം എല്ലാവരും എന്നെക്കാട്ടും 1.5 മണിക്കൂർ മുമ്പ് ഞാൻ വന്നു ഈ സാധനം വരച്ച് കളയാൻ തന്നെ ഒരു 1/2 മണിക്കൂർ എടുക്കും. പക്ഷെ ഞാൻ ആലോചിക്കുക വെച്ചാൽ ഇത് എല്ലാ പടത്തിലും ഇല്ലല്ലോ. ഈ ഒരു പടത്തില് ഈ ഒരു ക്യാരക്ടർ അതിന് വേണം. അപ്പൊ ചില ദിവസങ്ങളിൽ ഉറക്കം ശരിയാതാവുമ്പോ മടി വരും. ഇല്ല, കിടത്തി ചെയ്യിപ്പിക്കൂല്ലോ ഇവര്, തന്നെ ചെയ്യിപ്പിക്കും. പിന്നെ എത്രത്തോളം നമ്മൾ ശ്രമിച്ചാലും ചില ഭാഗങ്ങളിൽ നമുക്കത് ചിലപ്പോ എക്സ്റ്റീരിയർ ഷോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വേറെ ആയിരിക്കും.
ഇൻഡോർ കയറുമ്പോൾ അത് മാറും. അപ്പൊ അതിന്റെ ടോൺ മാറും. അപ്പൊ അത് ചിലപ്പോ കളർ മാച്ച് ചെയ്യാൻ നോക്കുമ്പോ സ്മജ് ആയി പോകും. അപ്പൊ ഭയങ്കര ഒരു റിസ്കി ഫാക്ടറാണ്. മാക്സിമം നമ്മൾ നല്ല രീതിക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഈ കണ്ടിന്യൂറ്റി എററൊക്കെ ഇതുകൊണ്ട് മാത്രല്ലേ കുറെ പ്രശ്നം കുറച്ചധികം വരും. നമ്മളത് കുറെ എത്ര ശ്രദ്ധിച്ചാലും നമുക്കത് കവറപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രത്തോളം ടെക്നോളജി നമുക്ക് ഇവിടെ ഇല്ല. എല്ലാം ഇത് ഹാൻഡ് പെയിന്റഡ് ആണ് ഇവരും ഇരുന്നിട്ട്. അത് ഒരു സീനിന് ഞാനത് എന്താണ് ഏത് സീനാണ് ഞാൻ പറയാനുള്ളത്, അതൊരു 2.5-3 മണിക്കൂറത്തെ വർക്ക് ഉണ്ട്. ആ ഒരു സീനിന് ഞാൻ ഈവനിങ് വരെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോയി കുളിക്കണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. കുളിക്കാതിരിക്കാൻ ഞാൻ കുളിക്കണല്ലോ, നാളെ ഒരു ദിവസം കൂടി സഹിച്ചാൽ മതിയല്ല. എന്നിട്ട് അതേപോലെ തിരിച്ചു വന്ന് കുളിക്കാണ്ട് നെക്സ്റ്റ് ഡേ അത് ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ അത് വാഷ് ഓഫ് ചെയ്തത്. കാരണം അത്രയും സമയം പിന്നെ നെക്സ്റ്റ് ഡേ കളയാൻ പറ്റില്ല. ട്രാവൽ 1 hour ഉണ്ട്. ഒറ്റപ്പാലത്തായിരുന്നു, പാലക്കാട്. അപ്പൊ ആ 1 hour + 3 hours എന്ന് പറയുമ്പോൾ 4-5 hours ഇതിനു വേണ്ടി മാത്രം പോകും. അപ്പൊ നെക്സ്റ്റ് ഡേ നോക്കുമ്പോ നേരെ വരിക, ലൈറ്റ് അപ്പ് ചെയ്യുക, പെട്ടപ്പെട്ട അടിക്കുക. അപ്പൊ ആ ഒരു ദിവസം കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ട് പിന്നെ കുളി പരിപാടി സ്ഥിരം പരിപാടി അല്ലാത്തതുകൊണ്ട്. അതേപോലെ ഇപ്പം എന്താ പറയണ്ടേ, ഈ പാലക്കാടൻ ഒരു സ്ലാങ് അല്ലേ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു? കുറച്ചധികം പണിയായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളില് ഒരു 5 ദിവസം മുമ്പ് നമ്മൾ ജോയിൻ ചെയ്ത് എല്ലാവരുമായിട്ട് സിങ്കായി പാലക്കാട് രാവിലെ നടക്കാൻ പോവും. കോട്ട മൈതാനത്തില് ആൾക്കാരെ മീറ്റ് ചെയ്യും, വെറുതെയൊക്കെ പോയി സംസാരിക്കും. പിന്നെ നമ്മുടെ കൂടെ പൊടി എന്ന് പറഞ്ഞൊരു പുതുമുഖം അഭിനയിച്ചിട്ടുണ്ട്. ഞാനുണ്ട്, റാഫി DQ, വിഷ്ണു രഘു, മനോജ് മോസസ്, പിന്നെ പൊടി. ഈ 5 പേരാണ് ഗ്യാങ്. അതിൽ സഭയുണ്ട്, പക്ഷെ പടത്തില് ആ ഒരു പോയിന്റിൽ അവൻ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ പൊടി പാലക്കാട്ടുകാരനാണ്. അപ്പൊ അവന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് അവനെ കുത്തിയിരുത്തി. അവൻ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, ചേട്ടാ വരാ ഇങ്ങനെ വരാ എന്നൊക്കെ. അത്ര ആൾക്കാരൊക്കെ ഇരിക്കുന്നല്ല വീട്ടില്. പിന്നെ ഇവൻ പോണില്ല. വീട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അവൻ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു പോകണോ. അപ്പൊ അത്രയും സിങ്കായി എല്ലാവരുമായിട്ട്. പിന്നെ ഇവനായിട്ട് സംസാരിച്ച് കവ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിരിക്കുക, ഓരോ സ്പോട്ടിൽ പോവാ. സോഷ്യൽ കിച്ചൺ ഇവിടെ വന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം പാലക്കാട്ടാണ് മെയിൻ. അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ അത് കഴിക്കാൻ അവിടെ പോയിരിക്കുക, അവിടെ ആൾക്കാരായിട്ട് സംസാരിക്കുക. അപ്പൊ മാക്സിമം ഒരു പോയിന്റ് വരെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കൊച്ചി ഇടക്ക് വരും. അപ്പൊ മറ്റേ ഡയറക്ടർ പാലക്കാട്ടുകാരനാണല്ലോ, ട്യൂൺ ചെയ്ത്. ഇപ്പൊ ഞാൻ തലവരയുടെ ഫസ്റ്റ് പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് മനോജ് പറഞ്ഞ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞത്, അച്ചുചേട്ടൻ ഭയങ്കര സംഭവമാണ്. അച്ചുചേട്ടന്റെ കൂടെ തന്നെയായിരുന്നു ഞങ്ങളുടെ. അച്ചുചേട്ടന്റെ കാരവൻ ഞങ്ങളുടെ കാരവനായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബ്രദർ ഫീലിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു സെറ്റില് ഇത്രയും ഒരു ടീമിന്റെ കൂടെ ഉള്ള വർക്ക്? റാഫിയായിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, തീപ്പൊരി വെന്നി. പിന്നെ സുമതി ഇത് കഴിഞ്ഞ ചെയ്തേ, പക്ഷെ അവനായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ വിഷ്ണുവിനെ എനിക്ക് നേരത്തെ അറിയാം. മോസസിനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ട അവിടെ വെച്ച്. പിന്നെ പൊടി. എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ക്യാരവനിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആൾക്കാരും ബഹളവും പരിപാടിയൊക്കെ ഇപ്പൊ ഉറങ്ങുകയാണെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാനൊക്കെ പറഞ്ഞ ഇവന്മാർക്ക് ഒരു ക്യാരവൻ ഉണ്ട് അപ്പുറത്ത്. പക്ഷെ ഞാൻ മറ്റേ ബിരിയാണി മേടിച്ചു ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്ത്, ഞാൻ ടൈറ്റ് ആയിരിക്കും, ഇവന്മാർക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്ത് സെറ്റാക്കി ഹാപ്പി. എന്റെ ബെഡിൽ ഞാനും മോസസും കിടക്കും, താഴത്ത് റാഫി, മനോജും വിഷ്ണുവും കിടക്കും. ഈ സൈക്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവന്മാര് പോണില്ല, അയ്യോട്ടാ ബിരിയാണി. പിന്നെ ഷൂട്ട് കഴിഞ്ഞാൽ ഇവരുടെ റൂമിൽ പോയിരിക്കുക. എന്റെ റൂം വേറെ സ്ഥലത്തായിരുന്നു, കുറച്ചപ്പുറം സ്ഥലത്ത്. അപ്പൊ ഇവന്മാരുടെ റൂമിൽ പോയിരിക്കുക, കഥ പറയാ. പിന്നെ മനോജ് ഡാൻസ് പഠിപ്പിക്കും, ഡാൻസ് പഠിക്കുക. അങ്ങനെ കുറെ പരിപാടി. രേവതിക്ക് ശല്യമായിരുന്നു. അവിടെ മറ്റേ കണ്ണെഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ മറ്റേ മധുര ഡാൻസ് തുടങ്ങണം. ഇങ്ങനെയൊക്കെ ഒരു പോക്കും ചിലപ്പോ. ഇപ്പം രേവതി ഞാൻ സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആ പാട്ടിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഭയങ്കര രസമുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും, എന്താ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ പൊതുവേ സെറ്റിൽ പോകുമ്പോൾ ഈ കുറെ സംസാരിക്കാനും ആളുകൾ ഇഷ്ടമുള്ളത് കൊണ്ട്. ഞാൻ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ തുടക്കം. ഭയങ്കര ഒരു പ്രശ്നം. എനിക്ക് സിങ്ക് ആണെങ്കിൽ മാത്രം ഞാൻ നൈസായിട്ട് ഗ്രാജുവലി, ചെറിയ ഇൻവേർട്ടർ ആണ്, ചെറിയ രീതിക്ക് പതുക്കെ സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് പതുക്കെ പരിപാടിയൊക്കെ ഓക്കെ.
ടിപ്സ് ഞാൻ ആദ്യമേ ചോദിക്കും, ഞാനൊരു കാര്യം പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവോ, കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അതാകുമ്പോഴോ എനിക്ക് അഭിനയിക്കാറിയാന്ന് നാണം കെട്ട് കബൂറായി. ജസ്റ്റ് ചെറിയ കാര്യം അങ്ങനെ ചെയ്ത രസം ഉണ്ടാവാം. കാരണം ഇവർക്ക് ലൊക്കേഷനിൽ ചില സമയങ്ങളിൽ ചില പ്രാന്ത് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും, വേറെ ആൾക്കാർ നമ്മൾ ഇടിയൊക്കെ ഒച്ചയുമ്പോഴും. അപ്പൊ ഇവര് രണ്ടും രണ്ട് രീതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. മലയാളം അത്രയും ഫ്ലുവൻ്റ് അല്ല, അല്ല ഫ്ലുവൻ്റ് ആണ് അല്ലാന്നല്ല, പക്ഷെ തമിഴും ഇംഗ്ലീഷാണ് പീസ്ഫുൾ. അപ്പൊ ഇത് ഇലാബറേറ്റ് ഒക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോ സിമ്പിളായിട്ട് ചിലപ്പോ ഒരു വരിയിൽ പറഞ്ഞു കൊടുക്കാന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ കാര്യം ഞാൻ കൺവേ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് മര്യാദക്ക് ചെയ്യാലോ. ഇപ്പം ചേട്ടൻ ഈ ഒരു കരിയർ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ആരൊക്കെയാണ് ചേട്ടന് പറഞ്ഞു തന്നിട്ടുള്ളത്? ഇപ്പോഴും പറഞ്ഞു തരാറുണ്ട് ആൾക്കാര്. തുടങ്ങിയ സമയത്ത് സൗബിക ആസിക്കൊക്കെ എപ്പോഴും ഓരോ പരിപാടിയും, പിന്നെ മമ്മൂക്ക ഉണ്ടയുടെ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ചില ADs ഒക്കെ വന്നിട്ട് ചേട്ടാ ആ ചിരിച്ചപ്പോ ചെറിയ സൈക്കോ ഫീൽ വന്നിട്ടുണ്ട്, കണ്ണത്രയും ഓപ്പൺ ആക്കണ്ട, കുറച്ച് താഴ്ത്തിയ രസമായിരിക്കും, ഓക്കേടാ അടുത്ത ഷോട്ടിൽ അത് നോക്കിയിരിക്കും. കാരണം അവരും ഡയറക്ടേഴ്സ് ആവാൻ നടക്കുന്ന ആൾക്കാരാണ് ADs. അപ്പൊ അവര് പറയുന്നതും നമ്മളും അല്ലെങ്കിൽ കറന്റ്ലി ആ ഡയറക്ടർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. മൊത്തത്തിലൊരു ടീം വർക്ക് ആണല്ലോ, ഒറ്റക്ക് മറ്റേ യുദ്ധത്തിന് പോണ അവസ്ഥ അല്ലല്ലോ, ഒരുമിച്ച് ആ യുദ്ധത്തിലും ടീം വർക്ക് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഏറ്റവും എല്ലാവരും ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രോമാഞ്ചായിരിക്കും അല്ലെ? ഇപ്പോഴും ഞങ്ങളുടെ ഓഫീസിൽ അയ്യോ ശരിയല്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഗുണം അതാണ്. ഒരു സ്ഥലത്ത് ഒരു ഇനോഗ്രേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ പാട്ട് പാടണ്ട, ഡാൻസ് കളിക്കണ്ട, തിരിഞ്ഞു നോക്കിട്ട് തലാട്ട് ഹാപ്പിയാണ്. അത് ശരിക്കും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഇങ്ങനത്തെ സാധനം ഡയറക്ടറിന് അതിന് ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. ഓ നൈസ്. തലവരയ്ക്ക് വരുമ്പം ഇതിലിപ്പോ ഇറങ്ങിയ പാട്ടുകളല്ലാണ്ട് ഇനിയും ഉണ്ടോ നമ്മൾ കാണാൻ ഇരിക്കുന്നു? മൊത്തം 5 പാട്ട് എന്തോ ഉണ്ട്. ലാബറേറ്റഡ് സോങ് അല്ല, ചെറിയ 2 പാട്ടും കൂടി 3 പാട്ടും കൂടി ഇറങ്ങാണ്ട്. പിന്നെ ഇലക്ട്രോണിക്കലി രക്ഷയില്ല പരിപാടി, വെറുതെ ലൂപ്പിലാണ്. എനിക്ക് അലറയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഒരു എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പാട്ട് കിട്ടിയത്. ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഒരു മെലഡി, പിന്നെ ഒറ്റമുറി ചീത്തപ്പുളി സാധനം അഹങ്കാരത്തോടെ പറ്റുന്നൊരു പാട്ടായി എനിക്ക്. ഇപ്പം ഡയറക്ടർ അഖില് പറയുന്നു, ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട ഒരു 7 വയസ്സുകാരൻ, അതിന്നാണ് ഈ തലവരയ്ക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയത്. അപ്പൊ എപ്പോഴും തലവരക്കല്ല, ഈ ക്യാരക്ടറിനെ വിറ്റ്ലിഗോ ആക്കാനുള്ള ഇൻഫ്ലുവൻസ് കിട്ടിയത്. അപ്പൊ അതേപോലെ ഇപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ അങ്ങനെ ഓക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതെടുക്കും, അങ്ങനെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ചേട്ടാ? അങ്ങനെ പറയല്ലേ, അത് സീക്രട്ട് ആയിരിക്കും. ചെറുതായിട്ടൊരു ചെറിയ പരിപാടി ഉണ്ട്, അല്ല പറയണ്ട, സീക്രട്ട് ആണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം. എങ്ങനെയുണ്ട് ചിലപ്പോ. ഇപ്പം അർജുൻ അശോകൻ എന്ന് പറഞ്ഞൊരു ആക്ടറിന്റെ കരിയറിൽ തലവര മാറ്റിയൊരു സിനിമ ഏതാണ്? പറവ, ബിടെക്, ജൂണ്. ഭരതൻ കാരണമാണ് അജഗജാന്തരം കിട്ടിയത്. പിന്നെ അധികം പടങ്ങള് വർക്കാകാഞ്ഞ സമയത്താണ് രോമാഞ്ചം വന്ന് ചാടിയത്. പിന്നെ അതേപോലെയാണ് ബ്രഹ്മയുഗം, ഒരിക്കലും ചിന്തിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ വന്നു കയറിയത്. അപ്പം ഏതൊരു സിനിമയിൽ പിന്നെ മേജർ തലവര മാറ്റിയത് തുറമുഖം തന്നെയാണ്. ആസ് എൻ ആക്ടർ എനിക്ക് എന്റെ വേ ഓഫ് ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മൊത്തം മാറ്റിയത് തുറമുഖം. ഇപ്പൊ അത് ചോദിക്കുമ്പോ ഡയറക്ടറോടുള്ള ഒരു എന്താ പറയുക സംസാരത്തിലാണോ, അല്ലെങ്കിൽ സെറ്റിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ചേട്ടനൊരു ആസ് എ ആക്ടർ ഗ്രോ ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത്? ആ ലേണിംഗ് എവിടെയൊക്കെയാണ് നടക്കുന്നത്? എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഓൾറെഡി ക്യാരക്ടറിന് ഞാൻ ശ്രമിക്കുന്നത് ബിഫോർ ഷൂട്ട് മനസ്സിലാക്കാൻ ഒരു പരിധി വരെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ എനിക്കൊരു 2 days അല്ലെങ്കിൽ 3 days എടുക്കും ഒന്ന് സിങ്കായി വരാൻ. അത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ഡേ ഒക്കെ പോയിട്ട് അല്ല, ഞാൻ ലൊക്കേഷൻ ചെന്ന ഓണാണ്, ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഡെയിലി കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ. അത് എനിക്കത് ഒരു ആസിക്കൊക്കെ തന്നൊരു എനർജിയാണ് അത്. കാരണം നമ്മള് എല്ലാവരും അവിടെ ടയർഡായിരിക്കും, മോർണിംഗ് ഉറക്കം ഇഷ്യൂണ് എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മള് ചിലപ്പോൾ ചെല്ലുന്ന ഒരു 10:30 ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 8 ചെന്നൈമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ കിടന്നത് ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഓൺ ആയി കഴിയുമ്പോ മൊത്തത്തിൽ എല്ലാവരും ആ ഒരു എനർജി നന്നായി നമുക്ക്
ഹാപ്പി ആയിട്ട് കൂടെ നിൽക്കുക. പിന്നെ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡാർക്ക് അടിച്ച് കഴിയുമ്പോൾ ഒരു പോയിന്റ് വരെ ആരും ഉണ്ടായില്ല എന്ത് പറ്റി എന്ന് ചോദിക്കാൻ. ഇപ്പൊ ഞാൻ ലൊക്കേഷനിൽ ഡാർക്ക് അടിച്ചിരുന്ന യൂണിറ്റിലെ ചേട്ടന്മാർ വരെ ഒന്ന് ചോദിക്കും എന്ത് പറ്റിയെന്ന്. കാരണം അങ്ങനത്തെ ഒരു ബന്ധം എല്ലാവരായിട്ടും. അതെ, ഞാൻ പറയുന്നത് അങ്ങനെ ഭയങ്കര എനർജി തരുന്ന ആൾക്കാർ ഇപ്പൊ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാന്നത് ചെറിയ കാര്യമല്ല, അതൊരു എഫേർട്ടാണല്ലോ. അത് അങ്ങനത്തെ ആൾക്കാർ ഒരു ദിവസം ഇപ്പൊ ഷൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹോൾ സെറ്റ് ചിലപ്പം അയ്യോ അവനും കൂടി വേണമായിരുന്നു എന്ന് പറയുന്നത്. എനിക്ക് ചത്താപ്പച്ചയിലാണ് അത് എനിക്കത് ഫീൽ ചെയ്ത്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെയിലി എല്ലാവരും ചേട്ടന്മാരെ നമ്മളെല്ലാ പടങ്ങളും കണ്ടുകൊണ്ടിരിക്കണ. ഞാൻ എല്ലാവർക്കും ചെലവ് ചെയ്യും. കാരണം രണ്ടാമത്തെ പടം ചെയ്തപ്പോ യൂണിറ്റിലെ ചേട്ടനാണ് എന്റെ അടുത്ത് വന്നിട്ട് നീ രക്ഷപ്പെടും. കാരണം അവര് വർഷങ്ങളായിട്ട് ആൾക്കാരെ കാണുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നീ രക്ഷപ്പെട്ട നമുക്ക് ചെലവ് ചെയ്താൽ മതി, ചിലപ്പോ അതിനാവോ ഒന്നിനും അറിയില്ല. അപ്പൊ ആ ചേട്ടൻ പിന്നെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ലൊക്കേഷനിലും എല്ലാവരും ആസിക്ക, സൗബിക്ക, ബാലിച്ചേട്ടൻ എല്ലാവരും ചെലവ് ചെയ്യും എല്ലാ ചേട്ടന്മാർക്കും. കാരണം ഇവരെല്ലാവരും ഇങ്ങനെ കട്ടക്ക് പണിയെടുക്കുന്നുണ്ടാണ് നമുക്ക് നമ്മുടെ പണി വൃത്തിക്ക് എടുക്കാൻ പറ്റണം. ഒരു ദിവസം ഇതേപോലെ ഞാൻ ഇങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനിൽ കാരണം ഞാൻ ഫുൾ ജസ്റ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൊടുത്ത് ഇങ്ങനെ ലോസ്റ്റ് ആയിട്ടിരിക്കണേ. അപ്പൊ യൂണിറ്റിലൊരു ചേട്ടനുണ്ട്, പുള്ളി വെച്ചിട്ട് എന്ത് പറ്റി, ഒന്നുമില്ല ചെറിയൊരു അതൊക്കെ പണിയെടുക്കുക. അപ്പൊ നമുക്ക് അത് നമ്മൾ ഓണായി വിട്ട് പണിയെടുക്കുക. അപ്പൊ നമുക്കും ചോദിക്കാനും പറഞ്ഞ ആൾക്കാരുണ്ട് എന്നുള്ളൊരു മൂടുണ്ട് നമുക്ക് അവിടെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞേ പണ്ട് ഇപ്പം കുറച്ച് ഓഫ് ആയിരിക്കും ആരും ചോദിക്കുന്നില്ല, ഇപ്പൊ പക്ഷെ ഓഫ് ആയിരിക്കും. ആ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഒരു ഇപ്പം ഇവിടെ എത്തി നിൽക്കുമ്പോ ചോദിക്കാത്തത് ചിലപ്പോ നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കും. നമ്മളാരെയും മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഡാർക്ക് അടിച്ചാലും കമ്പനി അല്ല ചോദിക്കണോ ആ ഒരു ഡൗട്ട് അയാൾക്ക് ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ അവർക്കൊരു ഫ്രീഡം ഉണ്ട് പോയി ചോദിക്കാൻ. എന്ത് പറ്റിയവന് ഞാൻ ചോദിക്കട്ടെ. രണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കർമ്മയുണ്ട്. അതന്നെ. ഇപ്പം ഞാൻ വേറെ എന്തൊരു കാര്യം ഇപ്പൊ നമ്മൾ പൊതുവെ പറയില്ലേ ചില ആൾക്കാരുടെ തലയിൽ വരച്ചത് നമ്മൾ വേറെ എവിടെയെങ്കിലും വരച്ചിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും രക്ഷപ്പെട്ടേന്ന് തമാശക്ക് പറയൂല അങ്ങനെ. അപ്പം ചില തലവര പറയുമ്പോ ലക്കാണല്ലോ, അതിൽ വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. ചില ആൾക്കാർ അതിലൊന്നും അല്ല, ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചേട്ടൻ ഏത് കാറ്റഗറി പെടും? ലക്ക് ഒരു ഫാക്ടറാണ്, അത് അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്കും ഒരു ഫാക്ടർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ അച്ഛൻ ആ കോള് സൗബിക്കൻ അന്ന് വിളിക്കാൻ ഒരു ലക്ക് ബൈ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ആ കോള് സൗബിക്ക് എടുത്തതും വന്ന് കാണാൻ വന്നതും പറഞ്ഞതും അതിനൊരു ചാൻസ് കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ കിട്ടിയ ചാൻസിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മര്യാദക്ക് വൃത്തിക്കൊരു പടം ചെയ്യണം, ഒരു നടനാവണം, ആ ഒരു ആഗ്രഹത്തില്. അപ്പൊ പിന്നീടെല്ലാം ഭാഗ്യമാണ്. പറവ ചെയ്ത് തീരണതിന് മുമ്പാണ് ഉണ്ടയിലേക്കും ട്രാൻസിലേക്കും മന്ദാരത്തിലേക്കും റോള് ചാൻസ് കിട്ടുന്നത്. ഉണ്ടയില് മേജർ റോള്. അത് റഹ്മാനിക്കൊക്കെ എന്നെ എന്ത് കണ്ടിട്ട് വിളിച്ചത് എനിക്ക് ഇപ്പോഴും കാരണം പറവ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഡയറക്ടർ പുള്ളിക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ട്രാൻസ് അമ്പൂക്ക പ്ലേ മറ്റേ എഡിറ്റഡ് വേർഷൻ കണ്ടപ്പോ ആ ഒരു പോൾ എന്ന ക്യാരക്ടർ നിനക്ക് പറയാട്ടാ. പിന്നെ മന്ദാരം തലവരയില പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പൊ പ്രൊഡ്യൂസർ അലക്സി കുര്യൻ അലക്സേട്ടൻ ഇതേപോലെ മന്ദാരത്തിലേക്ക് ഒരു ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ചെയ്ത നല്ല രീതിക്ക് ആ ക്യാരക്ടർ പറവയിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നീട് എനിക്ക് അവർ വിളിച്ചത്. ഇപ്പൊ പണ്ട് മുതലേ അപ്പൊ സിനിമേനെ അച്ഛൻ ഇതിലെ ആയതുകൊണ്ട് എനിക്കും സിനിമാ നടനാകണം എന്നായിരുന്നു. അങ്ങനെയായിരുന്നോ പണ്ട് മുതലുള്ള ആഗ്രഹം? ആദ്യത്തെ പടം ആഗ്രഹിക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ പടം തൊട്ടൊക്കെയാണ് എനിക്ക് സിനിമയിൽ ചെയ്യണം എന്നൊരാഗ്രഹം. 2 പടവും പാളിയപ്പോഴാണ് സിനിമയിൽ ഇനി ആക്ടിങ് വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. പിന്നെ ഗ്രാജുവലി അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പൊ ശരിക്കും ഒരേ ഫീൽഡില് അച്ഛൻ ഓൾറെഡി ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന അതേ ഫീൽഡിലേക്കും ഒരു കുട്ടികൾ വരാന്ന് പറയുമ്പം അവർക്ക് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഇനിയിപ്പൊ ഞാൻ വന്നിട്ട് അച്ഛന്റെ പേര് മോശമാക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നോ? അത് വരുന്നത് വെച്ച് കാണാം. ആ സമയത്ത് അച്ഛൻ അധികം പടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ലൈറ്റിലായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രഷർ കുറവായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു അവയർനെസ് എനിക്കുണ്ടായി. പിന്നെ എനിക്ക് അച്ഛൻ്റെ പേരിൽ സിനിമയിലേക്ക് വരണ്ട എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. പക്ഷെ അത് വാശി വെച്ച് വെറുതെ കാര്യമൊന്നുമില്ല. എല്ലാ പോയിന്റിലും അച്ഛൻ്റെ പേര് ഉണ്ട്. ഇപ്പൊ വിളിച്ചത് അച്ഛൻ തന്നെയാണ്. അടുത്ത പടത്തിലും വിളിക്കണം. ഇപ്പോഴും ആൾക്കാർ റിവ്യൂല് പറയണ അരിസ്റ്റേഷന് കൊണ്ടാണ്.
അപ്പൊ എനിക്കത് ഹാപ്പിയാണ് ആ കാര്യത്തിൽ. നമ്മള് മണ്ടല്ല, അത് വാശി അച്ഛൻ വരാൻ പാടില്ല എന്തിന്, എന്തായാലും അതിന്റെ പേരിലേ വരുള്ളൂ. ഇപ്പോഴും ചേട്ടൻ അശോക എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഓ ഇപ്പൊ കോളേജിൽ അത് കൂടുതലാ. പക്ഷെ അതെങ്ങനെ അങ്ങനെ വന്നത്? അതായത് ചേട്ടനെ അശോക എന്നല്ല, അച്ഛനെ അർജുൻ വിളിക്കും. എന്ത് വിളിക്കുന്നൊക്കെ അത് പണ്ട് മുതലേ ചേട്ടൻ സിനിമ. എന്നെ ആദ്യം അങ്ങനെ വിളിക്കണത് അമലേട്ടനാണ് വരുത്തനില്. ആദ്യത്തെ 2 വിളിയിൽ സോറി പറഞ്ഞ് പിന്നെ അത് സോറി പറയാണ്ടായി. പിന്നെ അങ്ങനെയായി. പിന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. പിന്നെ കോളേജിൽ പിള്ളേരൊക്കെ ഇടക്ക് അശോക അശോക രസമാണ്, അശോക ഏട്ടാന്നൊക്കെ വിളിക്കും. കോളേജിലൊക്കെ ചേട്ടൻ സ്റ്റാർ ആയിരിക്കില്ലേ? എന്റെ കോളേജിലല്ല, ഞാനിപ്പോ വിസിറ്റിന് പോവില്ലേ, പ്രമോഷനൊക്കെ പോകുമ്പോ പിള്ളേര് കണ്ടു ചേട്ടൻ വണ്ടിയിൽ കേറിയോ ബാക്ക് അശോക ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴും ആൾക്കാര് അശോക അശോക ഏട്ടാന്നാണല്ലോ വിളിക്കണേ എന്നുള്ളത്. ഞാന് നമ്മുടെ അച്ഛനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അച്ഛൻ പറഞ്ഞ മകൻ ചെയ്ത സിനിമകളിൽ അന്ന് ഏറ്റവും ഇഷ്ടം പറഞ്ഞത് ബിടെക് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ അഭിപ്രായം മാറിയോ? അത് ഇപ്പോഴും അച്ഛന്റെ ഫേവറേറ്റ് ആ സിനിമ തന്നെയാണോ? ബിടെക് ഇഷ്ടമാണ്, പക്ഷെ ബ്രഹ്മയുഗം ഭയങ്കര പേഴ്സണൽ ആക്കി എടുത്ത്. ആണല്ലേ? എനിക്കും ഭയങ്കര പേഴ്സണലി അതെ, ആ ഒരു ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു സിനിമ കഴിഞ്ഞപ്പോ വരും. സത്യം കേട്ടോ. അങ്ങനെ മമ്മൂക്കയുടെ കൂടെ എന്താണ് ആകെ 3 ക്യാരക്ടേഴ്സ് അല്ലേ? ഞങ്ങൾക്ക് മറ്റേ കുറച്ചാളത്തേക്ക് മമ്മൂക്കയുടെ സ്വന്തമായിട്ട് കിട്ടിയ അവസ്ഥയായിരുന്നു. സെറ്റില് ഫുള്ള് ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ നിൽക്കുന്നു. പണ്ട് മുതലേ ഇപ്പൊ മമ്മൂക്കനൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ചിലപ്പോ കണ്ട് ദൂരത്ത് നിന്ന് കാണാനല്ലാണ്ട് പോയി സംസാരിക്കാനുള്ള ഒരു പരിപാടിയൊന്നും ഒന്ന് പേടിയായിരുന്നു. പിന്നെ ഒരു പോയിന്റിന് ശേഷമാണ് സംസാരിച്ച് പറവൊക്കെ ശേഷമാണ് എന്നെ തിരിച്ചറിഞ്ഞിട്ട് മുടി മുട്ട അടിച്ചോ എപ്പോ അടിച്ചു ഇന്നലെ. അതാണ് നമുക്ക് ഭയങ്കര ഇതായി പോയി. പിന്നെ പടം കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാ പടം കാണുമല്ലോ, എല്ലാ പടം വിടാണ്ടാണ്. അപ്പൊ അതൊക്കെ ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. ചേട്ടൻ ചെയ്തതില് ഇപ്പം ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര എന്താ പറയണ്ടേ പേഴ്സണൽ ഫേവറേറ്റ് എന്നോ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അങ്ങനെ തോന്നി ഇപ്പൊ ലേറ്റസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും? തലവര രസമായിരുന്നു ചെയ്യാൻ. പിന്നെ ഓസ്ലർ ഇതേപോലെ ഹാഫ് ഡേ ഉണ്ടായുള്ളൂ ഷൂട്ട്. അപ്പൊ അത് കുറച്ചധികം പണിയെടുത്തിട്ട് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ ബ്രഹ്മയുഗമൊക്കെ മറ്റേ ഇതായിരുന്നു, ആദ്യത്തെ 2 ദിവസത്തെ ടെൻഷനൊക്കെ മാറി. പിന്നെ മറ്റേ സിങ്കായി ക്യാരക്ടറായിട്ട് ഒരു ഈസി ആയിട്ട് അങ്ങോട്ട്. ഇപ്പൊ നമുക്ക് ഈ ആ സിനിമ കാണുമ്പോൾ ഉള്ളൊരു ഹോണ്ടിങ് ഫീലിംഗ് ഉണ്ടല്ലോ, ആ സംഭവം ഈ സെറ്റിലും ഈ ഡയറക്ടർ തന്നെ സ്പൂഫ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പടത്തിന്റെ അതിൽ മൊത്തം ആ വീടും ആ ലൈറ്റിങ്ങും ഒക്കെ കൂടി കാണുമ്പോണ്ടല്ലോ അത് കൂടി ഒരു എനിക്ക് ഭയങ്കര ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരാളാ. അപ്പൊ അതില് മറ്റേ ഈ നടഞ്ഞു വന്ന സീക്വൻസ് ഉണ്ടല്ലോ, അതില് ഞാൻ കുറച്ച് ടെൻഷൻ ആയിപ്പോയി. ബാക്കി ഒന്നും ഭയങ്കര ചില്ലായിട്ട് ചെയ്തത്. ഫ്രണ്ടില് ക്യാമറ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കൊരു ആസ്മ പരിപാടി ഉണ്ട്. അപ്പൊ ഇവര് ആക്ടിങ് ആന്ന് വിചാരിച്ചൊരു പോയിന്റില് ഞാൻ ബ്രീത്തൊക്കെ എടുത്ത് വാവ് കൈയൊക്കെ അടിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് ചത്ത പറയാൻ പറ്റില്ലല്ലോ. കൈയുടെ പിന്നെ അടുത്തും പറഞ്ഞില്ല. ഇപ്പൊ ടൊവിയുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറയും ഇപ്പൊ കംഫർട്ട് സോണ് ടൊവിയുടെ എവിടെയാണെന്നുണ്ടെങ്കിൽ തല്ലുമാല ആ മതിലും കഴിഞ്ഞ് അപ്പുറത്താണെന്ന്. അപ്പൊ അതേപോലെ കംഫർട്ട് സോണിനൊക്കെ പുറത്ത് വന്ന് ചെയ്ത ഒരു ഇതേതായിരിക്കും? ചത്തപ്പച്ച ആണല്ലേ? എനിക്ക് ഫൈറ്റ് ഞാൻ കുഴപ്പമില്ലാന്ന് വെച്ചുള്ളൂ, അല്ലാണ്ട് മറ്റേ വൻ ഫൈറ്റർ ഒന്നല്ല. പക്ഷെ ഇത് ചെയ്യിപ്പിച്ചു പണ്ടാരം ഭ്രാന്തായി പോയി. എല്ലാവർക്കും ഞങ്ങൾ മൂവാറ്റുപുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ ഒരു ബെഡ് ചത്താപ്പച്ചക്ക് ബുക്ക് ചെയ്ത് വെച്ചേക്കണേ. ഇടക്കിടക്ക് ഓരോ ആൾക്കാരെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയി വന്നോണ്ടിരിക്കും. എല്ലാവർക്കും പരിക്കിപ്പോ സ്വാഭാവികമാണ്. നിക്കാൻ പറ്റാനുള്ള തളർന്നുകൊണ്ട് ബോധം പോകുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് വേനുണ്ടെങ്കിലും ഇടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഡാൻസ് കളിക്കുന്ന ചേട്ടനെ നമ്മളിപ്പം ഈടെയായിട്ട് എല്ലാ സിനിമകളിലും ചേട്ടന്റെ ഡാൻസ് ഒരു ഹൈലൈറ്റ് ആണ്. 2 പടം അല്ല ഇപ്പൊ ഡാൻസ് എന്ന് പറയുമ്പോ തന്നെ ഇനിയിപ്പോ ചേട്ടൻ ഡാൻസ് കളിച്ച് ഈ പറഞ്ഞ പോലെ മെയിൻ ഒരു എന്താ പറയണ്ടേ ഡാൻസ് ഉള്ള ഒരു സിനിമ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട്. ഡാൻസ് ഉള്ള ഒരു പടം ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സനൂപ് തൈക്കുടം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പണ്ടേ പറഞ്ഞതാണ്. അപ്പൊ കുറച്ച് വലിയ പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ പതുക്കെ സെറ്റ് ആവാൻ. സൗബിൻ ചേട്ടന്റെ ഡാൻസ് ആണ് ലോകമെമ്പാടുള്ള ആളുകൾ സംസാരിക്കുന്നത്. അതേപോലെ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് അത് ഞങ്ങള് ഗ്രൂപ്പ് ഡാൻസ് ആയിരിക്കും. അതാരൊക്കെയാണ് പതുക്കെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് റൗണ്ടിലേക്ക് പോട്ടോ. അതായത് തലവര എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അപ്പൊ ചേട്ടന്റെ തലവര മാറണമെങ്കിൽ
ഇപ്പൊ ഈ ഓരോരുത്തരുടെ പേര് ഇതിലിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആളുടെ പേരിന്ന് ഓക്കെ ഇയാൾ ഇന്ന സാധനം എനിക്ക് കിട്ടിയാല് എന്റെ തലവരെ മാറും, അങ്ങനെ പറയാം. ഓക്കെ, തലവരെ മാറുന്നു. എന്റെ തലവരെ നല്ലതാണ് ഇപ്പൊ, വലിയ അല്ല കുഴപ്പമൊന്നും. എന്നാലും വെറുതെ രസം. ശ്രീനാഥ് ബാസി റാപ്പിംഗ്, പിന്നെ പാടാനുള്ള സ്കിൽ അടിപൊളിയാ. സോബിക്ക എല്ലാം എടുക്കണ്ടിട്ടും ചിലപ്പോ. സോബിക്ക ആക്ടിങ് സ്കില്ല്, പിന്നെ ഡാൻസ് പവർ. ആക്ടിങ് സ്കില്ലിന് മതിയല്ല അവിടെ, അത് പിന്നെ പൂർത്തിയായി. വൈഫിന്റെ എല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട്. എനിക്ക് ഒട്ടുമില്ല. ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. നമ്മള് രാവിലെ അലാറം തന്നെ വെക്കാൻ എനിക്ക് മടിയാണ്. എന്റെ അലാറം ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത അലാറമാണ്. ഇപ്പൊ 10:30 എണീക്കണമെങ്കിൽ ഞാൻ അലാറം വെക്കണത് ചിലപ്പോ 10:17 എന്നിട്ട് അതിനൊരു 3 സ്നൂസ് വെക്കും. അപ്പൊ 10:45 എണീക്കും. അപ്പൊ ഇതാണ് എന്റെ ഒരു ഓർഗനൈസേഷൻ. ഇതിൽ നോക്കണ്ട, ചോദിക്കാൻ വേണ്ട, ചിന്തിക്കാൻ വേണ്ട, ഒന്നും നോക്കണ്ട ആവശ്യമില്ല. മമ്മൂക്ക എല്ലാവരുടെയും ആക്ടിങ് എടുക്കും. എല്ലാം വേണം, എല്ലാ ആക്ടിങ്ങും, എല്ലാവരുടെയും ആക്ടിങ് സ്കിൽസ്. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചപ്പം ഈ മമ്മൂക്കയുടെ പിന്നെ മേജർലി ഒരു സ്ലാങ് പിടിക്കുക എന്നുള്ള ഒരു പരിപാടി നമുക്ക് ആ നാട്ടിലെ ആളായിട്ട് തോന്നുന്നത് അല്ലേ? അത് ശരിക്കും ഈ പാലക്കാട് ചെയ്തപ്പം അത് പാലക്കാട് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ആദ്യത്തെ നമ്മള് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് സെറ്റിംഗ് ആയിരുന്നു സ്ലാങ് ആയിട്ട്. പിന്നെ ഞാൻ റൊമാൻസ് കഴിഞ്ഞിട്ടാ തിരിച്ചു തന്നെ. അപ്പൊ തിരിച്ച് വന്നപ്പോ കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു വേറെ. അപ്പൊ അതെനിക്ക് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓർഡിനറിയില് എനിക്കൊന്ന് ബിജുചേട്ടനൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മള്, അത് പ്രോപ്പർ പാലക്കാട്, ഉള്ളിലെ പാലക്കാടാ. ഇത് നമ്മള് സിറ്റി ടൗൺ അത്ര ഇല്ല, എന്നാലും ചെറിയ രീതിക്ക് അഖിലൊക്കെ സംസാരിക്കുന്ന പോലെ. തലവര മൂവി എന്താണ് റിലീസ്? August 22 റിലീസ്. പടം എല്ലാരും വന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് മാത്രമുള്ള അപ്ഡേഷൻ. നമ്മുടെ പ്രേക്ഷകരോട് അതാണ് പറയാനുള്ളത്. കണ്ടു കഴിഞ്ഞിട്ട് അറിയിക്കുക. നല്ലൊരു പടമായിരിക്കും. അത്ര തന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഏട്ടാ ഫോർ കമ്മിങ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. കൂടുതൽ സിനിമകളും ക്യാരക്ടേഴ്സും കിട്ടിയതുപോലെ എനിക്ക് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു.